ഫെലോപ്പിയൻ ട്യൂബ്സ് HSGയിൽ ബ്ലോക്ക് കാണപ്പെട്ടാൽ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യമേ നോക്കാം. ഏറ്റവും ആദ്യം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഫെലോപ്പിയൻ ട്യൂബ്സ് HSGയിൽ ബ്ലോക്ക് ആണെന്ന് കണ്ടാൽ അത് ബ്ലോക്ക് തന്നെ ആകണം എന്ന് ഒരു നിർബന്ധവുമില്ല. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് പലർക്കും ആശ്ചര്യം തോന്നുന്നുണ്ടായിരിക്കും അല്ലേ? HSGയിൽ 2 ട്യൂബ്സും ബ്ലോക്ക് ആണ് കാണപ്പെടുന്നതെങ്കിലും ഇങ്ങനത്തെ ഒരു 60% കേസസിലും ആക്ച്വലി ട്യൂബ്സ് ഓപ്പൺ ആയിരിക്കും. ചിലപ്പോഴൊക്കെ മെഡിസിൻസ് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ സ്പാസം കാരണം ഫെലോപ്പിയൻ ട്യൂബ്സ് ബ്ലോക്ക് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. പക്ഷേ ആക്ച്വലി ഓപ്പൺ ആയിരിക്കും. ചിലപ്പോഴൊക്കെ ചില ഡെബ്രീസ് അവിടെ ഉണ്ടെങ്കിലും അത് കാരണം ഫെലോപ്പിയൻ ട്യൂബ് ബ്ലോക്ക് ആയിരിക്കും. പക്ഷേ ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഫെലോപ്പിയൻ ട്യൂബ്സ് ഓപ്പൺ ആണെന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫെലോപ്പിയൻ ട്യൂബ്സ് HSGയിൽ ബ്ലോക്ക് വന്നാലും അത് 100% ഫൈനലായി കണക്കാക്കപ്പെടത്തില്ല നിങ്ങളുടെ ഫെലോപ്പിയൻ ട്യൂബ്സ് ബ്ലോക്ക് ആണെന്ന്. അതുകൊണ്ടാണ് പറയുന്നത് 2 ട്യൂബ്സും ബ്ലോക്ക് ആണെങ്കിലും ആദ്യമേ ലാപ്രോസ്കോപ്പി ചെയ്ത് കൺഫേം ചെയ്യുക സത്യത്തിൽ നിങ്ങളുടെ ട്യൂബ്സ് ബ്ലോക്ക് ആണെന്ന്. ഇനിയും ഫെലോപ്പിയൻ ട്യൂബ്സിൽ ആക്ച്വലി ബ്ലോക്ക് ഉണ്ടെങ്കിൽ ലാപ്രോസ്കോപ്പിയിൽ എത്ര ചാൻസസ് ആണ് ആ ട്യൂബ്സ് ഓപ്പൺ ചെയ്യാൻ ഉള്ളത്? ഓപ്പൺ ചെയ്തതിന് ശേഷം 100% ഗ്യാരണ്ടി ഉണ്ടോ ഈ ട്യൂബ്സ് നോർമലി വർക്ക് ചെയ്യുമെന്നും കൺസീവ് ആകുമെന്നും? ഫെലോപ്പിയൻ ട്യൂബ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ട്യൂബൽ പ്രഗ്നൻസി ചാൻസ് കൂടുതലാണോ? ഇതിന് സർജറി ആവശ്യമായിട്ട് വരാറുണ്ടോ? നമുക്ക് ഡയറക്റ്റ്ലി ട്യൂബ് ബൈപ്പാസ് ചെയ്ത് IVF ചെയ്യാൻ പറ്റത്തില്ലേ? ഈ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. 2 ഫെലോപ്പിയൻ ട്യൂബ്സും ബ്ലോക്ക് ആണെങ്കിൽ അതിന്റെ മെയിൻ റീസൺ ഇൻഫെക്ഷൻ ആയിരിക്കും. മെയിൻലി 2 ഇൻഫെക്ഷനാണ് ഫെലോപ്പിയൻ ട്യൂബ്സ് ബ്ലോക്ക് ആവാനുള്ളത്. ആദ്യത്തേത് ക്ലമൈഡിയ, രണ്ടാമത്തെയാണ് യൂട്രസിന്റെ TB കാരണം. ക്ലമൈഡിയയുടെ ട്രീറ്റ്മെൻറ്റ് 14 ദിവസത്തെ കോഴ്സ് ആയിരിക്കും. ഇത് ഈസിയാണ്. 14 ദിവസം ആൻറ്റിബയോട്ടിക്സ് എടുത്താൽ ക്ലമൈഡിയ ഇൻഫെക്ഷൻ മാറിക്കിട്ടും. TBയുടെ ട്രീറ്റ്മെൻറ്റ് ഏകദേശം 6 തൊട്ട് 9 മാസം വരെയൊക്കെ എടുക്കും. ഇതിൻ്റെ ഡയഗ്നോസിസ് ആണ് ഒരുപാട് ഡിഫിക്കൾട്ട്. 90% കേസിലും യൂട്രസിൻ്റെ TBയുടെ എല്ലാ ടെസ്റ്റും നെഗറ്റീവ് ആയിരിക്കും വരുന്നത്. പക്ഷേ എന്നാലും ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കും. യൂട്രസിൻ്റെ TBയെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയച്ചാലും മതി, നമുക്ക് വീഡിയോ ചെയ്യാം. ഒരു പക്ഷേ ആർക്കെങ്കിലും യൂട്രസിൻ്റെ TB ഉണ്ടെങ്കിൽ അത് കാരണം കൊണ്ടാണ് ഫെലോപ്പിയൻ ട്യൂബ് ബ്ലോക്ക് ആയതെങ്കിൽ അങ്ങനത്തെ കേസിൽ 25 തൊട്ട് 30% ആളുകളിലും യൂട്രസിൻ്റെ അകത്തും TBയുടെ അണുക്കൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ലാപ്രോസ്കോപ്പിയെ ബൈപ്പാസ് ചെയ്ത് ഡയറക്റ്റ്ലി IVF ചെയ്താൽ അപ്പോൾ എംബ്രിയോയെ യൂട്രസിൽ ഇടുമ്പോൾ ആ എംബ്രിയോ ഇംപ്ലാന്റ് ആകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഫെലോപ്പിയൻ ട്യൂബിൽ ബ്ലോക്ക് വന്നാൽ ആദ്യമേ ലാപ്രോസ്കോപ്പി ചെയ്ത് കൺഫേം ചെയ്യുക ആക്ച്വലി അത് ബ്ലോക്ക് തന്നെ ആണോ എന്ന്. അതുപോലെ ഏത് ഇൻഫെക്ഷൻ കാരണമാണ് ഫെലോപ്പിയൻ ട്യൂബ് ബ്ലോക്ക് ആയേ എന്നും കൂടി കൺഫേം ചെയ്യുക. ഒരുപക്ഷെ TBയുടെ അണുക്കൾ കാണപ്പെട്ടാൽ മുഖ്യമായി 3 കാര്യമാണ് ലാപ്രോസ്കോപ്പിയിൽ കൺഫേം ചെയ്യുന്നത് TB ആണെന്ന്. ആദ്യത്തേത് ട്യൂബർക്ലസ്, രണ്ടാമത്തെ കെസിയേഷൻ എന്ന് പറഞ്ഞാൽ TBയുടെ പസ്, അതാണ് കെസിയേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഇൻസിസ്റ്റഡ് ഫ്ലൂയിഡ്. ഈ 3-ൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും ഉണ്ടെങ്കിൽ യൂട്രസിൻ്റെ TB ആണെന്ന് കൺഫേം ചെയ്യാം. ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിലും അപ്പോഴും TBയുടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. മൂന്നാമത്തെ ഒരു ചോദ്യം മനസ്സിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ലാപ്രോസ്കോപ്പി അൾട്ടിമേറ്റ്ലി ഒരു ചെറിയ സർജറിയാണ്. ഇതിൽ അനസ്തേഷ്യ വേണ്ടിവരും, അഡ്മിറ്റ് ആക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ സർജറിയെ അവോയ്ഡ് ചെയ്ത് ഡയറക്റ്റ് IVF ചെയ്താൽ പോരെ എന്ന്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നമ്മുടെ എയിം ആണ്. നമ്മുടെ എയിം എന്ന് പറയുന്നത് സർജറിയെ അവോയ്ഡ് ചെയ്യുന്നതിലല്ല, നമ്മുടെ എയിം എന്ന് പറയുന്നത് നമുക്ക് കൺസീവ് ആകുന്നതിലാണ്. കൺസീവ് ചെയ്യാനായിട്ട് ഫെലോപ്പിയൻ ട്യൂബ് ബൈപ്പാസ് ചെയ്ത് എംബ്രിയോ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, യൂട്രസ് എംബ്രിയോ ഇംപ്ലാന്റേഷൻ നടത്താനുള്ള ആ ഒരു സ്ഥിതിയിൽ ആയിരിക്കണം. ഇംപ്ലാന്റേഷന് യൂട്രസ് ഇൻഫെക്ഷൻ ഫ്രീ ആയിട്ടിരിക്കണം, യൂട്രസിൻ്റെ അകത്തെ ലെയർ നോർമൽ ആയിരിക്കണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അതിൻ്റെ കൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം, ഒരു കണ്ടീഷൻ, ഹൈഡ്രോസാൽപിനിക്സ്. ഒരു 20% ഫെലോപ്പിയൻ ട്യൂബ് ബ്ലോക്ക് ആയ ഡാമേജ്ഡ് ആയ കേസിലും ട്യൂബിൽ വെള്ളം ഉണ്ടായിരിക്കും. ഈ ഒരു വെള്ളം ട്യൂബ്സിൽ അടിഞ്ഞുകൂടി യൂട്രസിൽ ലീക്കാകും. ആ ഒരു കാരണം കൊണ്ട് എംബ്രിയോ യൂട്രസിൽ ഒരിക്കലും ഇംപ്ലാന്റ് ആകില്ല. ഒരു പക്ഷേ ആർക്കെങ്കിലും ഹൈഡ്രോസാൽപിനിക്സ് ഉണ്ടെങ്കിൽ അവരുടെ IVF ചെയ്യുവാണെങ്കിലും അപ്പോൾ ആ കേസിലും IVF പ്രഗ്നൻസി ആകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഫെലോപ്പിയൻ ട്യൂബ് ബ്ലോക്ക് ആയ എല്ലാ കേസിലും ഹൈഡ്രോസാൽപിനിക്സ് ഉണ്ടോ എന്ന് സോനോഗ്രഫി ചെയ്തു നോക്കണം. ലാപ്രോസ്കോപ്പിയിൽ ഹൈഡ്രോസാൽപിനിക്സ് കണ്ടുപിടിച്ചാൽ അപ്പോൾ തന്നെ ഒന്നുകിൽ അത് യൂട്രസിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ ട്യൂബ്സിനെ മാറ്റുക. മുന്നോട്ട് പ്രഗ്നൻസിയുടെ ചാൻസിന് ഒരു കുഴപ്പവും വരാതിരിക്കാനാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ട്യൂബ്സും ബ്ലോക്ക് ആണെങ്കിൽ ഡയറക്റ്റ് IVF ചെയ്യണോ അതോ ലാപ്രോസ്കോപ്പി ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യത്തെ പ്രിഫറൻസ് നിങ്ങൾക്ക് ട്യൂബ്സ് ബ്ലോക്ക് ആണെങ്കിൽ ലാപ്രോസ്കോപ്പി
ലാപ്രോസ്കോപ്പി ചെയ്ത് നോക്കുക. ചില കേസിൽ നമുക്ക് ട്യൂബ്സ് ആക്ച്വലി ബ്ലോക്ക് അല്ലായിരിക്കും. അപ്പോൾ നോർമലി പ്രഗ്നൻ്റ് ആകാനുള്ള ചാൻസ് അവിടെ തുറക്കപ്പെടും. കാനുലേഷൻ പ്രോസസ്സിലൂടെ 60% സക്സസ് റേറ്റ് ഉണ്ട്. ട്യൂബ്സിൽ മൾട്ടിപ്പിൾ സ്ഥലത്ത് ബ്ലോക്ക് ഇല്ല എങ്കിൽ അപ്പോൾ 60% കേസിൽ ട്യൂബ്സ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസിൽ നോർമലി നമുക്ക് ട്രയൽ ചെയ്യാൻ പറ്റും. ഫെലോപ്പിയൻ ട്യൂബ് നമുക്ക് സ്ട്രക്ചറലി ഓപ്പൺ ചെയ്യാൻ പറ്റും, പക്ഷേ ഫങ്ഷനലി ട്യൂബിൻ്റെ റിക്കവറി നമ്മുടെ കയ്യിലല്ല. ഇതൊരു സത്യമായ കാര്യമാണ്. പക്ഷേ എന്നാലും ലാപ്രോസ്കോപ്പി ത്രൂ ട്യൂബ്സ് ഓപ്പൺ ചെയ്തിട്ട് ഒരുപാട് കേസുണ്ട് നോർമലി കൺസീവ് ആയത്. പക്ഷേ ഇതിൽ എക്ടോപിക് പ്രഗ്നൻസി ആകാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. 2% കേസിൽ ട്യൂബ്സ് ഓപ്പൺ ചെയ്തിട്ട് ട്യൂബ്സിൽ ഡാമേജ് ഉണ്ടായ കാരണം ഫെലോപ്പിയൻ ട്യൂബിൽ തന്നെ പ്രഗ്നൻസി ആയി പോകും. ഇങ്ങനത്തെ കേസിൽ എക്ടോപിക് പ്രിക്വേഷൻസ് എന്താണെന്ന് പേഷ്യൻസിനോട് നേരത്തെ പറഞ്ഞ് മനസ്സിലാക്കും. പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് വന്നാൽ ഉടൻ തന്നെ സോനോഗ്രഫി ചെയ്ത് പ്രഗ്നൻസി യൂട്രസിൽ തന്നെ ആണോ എന്ന് കൺഫേം ചെയ്യണം. അത് അത്യാവശ്യമാണ്. ലാസ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ ത്രൂ പറയാം. നിങ്ങൾ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഡോക്ടറെ കാണാൻ പോകണം. അപ്പോൾ റോഡിൽ ട്രാഫിക് ജാം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കും ട്രാഫിക് ജാം ഓപ്പൺ ആകുന്നുണ്ടോ എന്ന്. പക്ഷേ ട്രാഫിക് ജാം ഓപ്പൺ ആകുന്നില്ല എങ്കിൽ, റോഡ് ഓപ്പൺ ആകുന്നില്ല എങ്കിൽ നമുക്ക് പിന്നെ ഒരു വഴിയേ ഉള്ളൂ, വേറെ ഏതെങ്കിലും റൂട്ടിലൂടെ ഹോസ്പിറ്റലിൽ എത്തണം. അതുപോലെ തന്നെ ഫെലോപ്പിയൻ ട്യൂബ് ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആദ്യമേ ലാപ്രോസ്കോപ്പി ചെയ്ത് കൺഫേം ചെയ്യുക അത് ബ്ലോക്ക് തന്നെ ആണോ എന്ന്. ഇനിയും അഥവാ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഏത് ഇൻഫെക്ഷനിലൂടെയാണ് ബ്ലോക്ക് വന്നതെന്ന് കൺഫേം ചെയ്യുക. TB ആണോ ക്ലമൈഡിയ ആണോ എന്ന് നോക്കി അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ലാപ്രോസ്കോപ്പി ചെയ്ത് ബ്ലോക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ ട്രൈ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഒരു പക്ഷേ ട്യൂബ്സ് ഓപ്പൺ ആകുന്നില്ല എങ്കിൽ IVF ചെയ്യാവുന്നതാണ്. പക്ഷേ ട്യൂബ്സിൽ ഹൈഡ്രോസാൽപിനിക്സ് ഉണ്ടെങ്കിൽ അതേ സിറ്റിങ്ങിൽ ഡോക്ടറിനോട് റിക്വസ്റ്റ് ചെയ്ത് അതിൻ്റെയും ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡീലിങ്കിങ് അല്ലെങ്കിൽ സാൽപിൻജെക്ടമി ചെയ്യുക. അല്ലെങ്കിൽ മുന്നോട്ട് IVF ചെയ്യുമ്പോൾ നമുക്ക് പിന്നെയും ലാപ്രോസ്കോപ്പി പ്രോസസ് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഹോപ്പ്ഫുള്ളി ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി കാണുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ടോപ്പിക് റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ മറ്റ് കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക.